പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം പാകിസ്ഥാനിലുള്ളവരെക്കാൾ മമതാ ബാനർജിയാണ് വേദനിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗാളിൽ നടന്ന റാലിയിൽ പ്രതിപക്ഷ സഖ്യത്തെയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വിമർശനം. നമ്മൾ ബലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തി, പക്ഷേ ഇത് ഇവിടെ ചില ആളുകളെ വളരെ വേദനിപ്പിച്ചു. ഇസ്ലാമാബാദിലെയും റാവൽപിണ്ടിയിലെയും ജനങ്ങൾ വേദനിച്ചതിലും അധികം ഇത് വേദനിപ്പിച്ചത് കൊൽക്കത്തയിലെ ദീദിയെയാണ്. അവരുടെ അതിർത്തിക്കുള്ളിൽ കടന്ന് നമ്മൾ അവരെ ആക്രമിച്ചത് ദീദിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ദീദിക്ക് മാത്രമല്ല, പ്രതിപക്ഷ മഹാസഖ്യത്തിലെ പലരെയും ഇത് വേദനിപ്പിച്ചു. അവർ ഒരുപാട് ബഹളം വച്ചു. അങ്ങനെയാണ് അവർ പാകിസ്ഥാനിലെ ഹീറോകളായത്. സൈന്യത്തിന് നേരെ നിരന്തരം ചോദ്യങ്ങളുയർത്തി അവരുടെ ആത്മവിശ്വാസം തകർക്കാൻ പ്രതിപക്ഷ സഖ്യം ശ്രമിക്കുകയാണെന്ന് മോദി ആരോപിച്ചു. നമ്മുടെ സൈന്യത്തിനെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. നമ്മുടെ സായുധ സേനകൾക്ക് ലഭിക്കുന്ന പ്രത്യേക സംരക്ഷണം റദ്ദാക്കുമെന്നാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്നത്. കാശ്മീരിൽ തീവ്രവാദികളുടെയും കല്ലേറുകാരെയും നേരിടുന്ന നമ്മുടെ ധീര സൈനികരുടെ കൈകൾ ബന്ധിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. യഥാർത്ഥത്തിൽ സൈനികർക്ക് അവരുടെ ജോലികൾ സ്വതന്ത്രത്തോടെ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതാണ്. പക്ഷേ നമ്മുടെ സൈനികരിൽ അവർക്ക് വിശ്വാസമില്ല. നമ്മുടെ നിയമങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് അവർ ഇത്തരം പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നത്. റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന UPA സർക്കാർ നമ്മുടെ ധീരരെ ഒരിക്കലും സ്വതന്ത്രമാക്കില്ലെന്നും പ്രധാനമന്ത്രി ആരോപിക്കുന്നു. അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മമതാ ബാനർജിക്കെതിരെ വിവാദ പരാമർശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്തിന്റെ വികസനത്തിൽ മമതാ ബാനർജി സ്പീഡ് ബ്രേക്കറാണെന്നാണ് മോദി പറയുന്നത്. പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയായിരുന്നു മമതയ്ക്കെതിരെയുള്ള മോദിയുടെ കടന്നാക്രമണം. മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ പശ്ചിമ ബംഗാളിൽ വികസനം പെട്ടെന്ന് സാധ്യമാക്കാനാകില്ല. കാരണം അവിടെയൊരു സ്പീഡ് ബ്രേക്കറുണ്ട്. അവരുടെ പേരാണ് ദീദി. അവർക്ക് സംസ്ഥാനത്തെ ദാരിദ്ര്യം മാറ്റണമെന്നൊന്നുമില്ല. ദാരിദ്ര്യം ഇല്ലാതായാൽ അവരുടെ പദ്ധതികളൊന്നും നടക്കില്ല. അവരൊരിക്കലും ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല. അതുകൊണ്ടാണ് അവർ പാവപ്പെട്ടവർക്കായുള്ള വികസന പദ്ധതികൾ നിർത്തിവെക്കുന്നതെന്നും മോദി ആരോപിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ തള്ളിയ മമതാ ബാനർജിയുടെ നിലപാടിനെതിരെയും മോദി വിമർശനം ഉന്നയിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അവസാനിപ്പിക്കുന്നതിനുള്ള മമതാ ബാനർജിയുടെ പട്ടിക നീണ്ടതാണ്. പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി വരെ ബംഗാളിൽ മമതാ ബാനർജി തടഞ്ഞു. അവർ പാവപ്പെട്ടവർക്കായി എന്താണ് ചെയ്തതെന്നും മോദി ചോദിച്ചിരുന്നു. 70 ലക്ഷം കർഷകരുള്ള വികസന പദ്ധതികളാണ് അവർ നിർത്തിവെച്ചത്. ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്ന കെട്ടിട നിർമ്മാണ കമ്പനികളുടെ നടപടി തടയുന്ന പദ്ധതി വരെ മമതാ ബാനർജി നിർത്തിവെച്ചതായി മോദി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.